students, welcome back to Bosco Campus Vision. In the previous session, we discussed e-filing and its advantages. So now we are moving on to the next topic, that is e-society. So in this session, we will look into the meaning and the various components of e-society. So what do you mean by e-society? It is a society that make effective use of computer networks. An electronic society is a modern progressive society that is formed as a result of the adoption and integration of information and communication technologies at home, work, education and recreation. സോ എല്ലാ മേഖലകളിലും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ സഹായം തേടുന്നതും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ വളരെ എഫക്റ്റീവ് രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മൾ ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. സോ സൊസൈറ്റി എന്ന് വെച്ചാൽ സമൂഹമാണ്. നമുക്കറിയാം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു സമൂഹത്തിൽ, അതായത് കംപ്ലീറ്റ്ലി അവരുടെ വീട്ടുകാര്യങ്ങൾക്കായാലും വർക്കിനായാലും എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും മറ്റ് എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഒരു അഡോപ്ഷനും ഇൻ്റഗ്രേഷനും കൊണ്ടുവരിക. സോ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു ഇലക്ട്രോണിക് ബേസ്ഡ് അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ ഇലക്ട്രോണിക് സൊസൈറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ സൊസൈറ്റി ഈസ് ഓൾസോ നോൺ ആസ് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ സൊസൈറ്റി. And it can be further described as one that uses digital media in most relationship, that is peer-to-peer, government to other governments, businesses to consumers, etc. സോ എല്ലാ ആക്ടിവിറ്റീസിനും ഡിജിറ്റൽ മീഡിയയുടെ സഹായം അല്ലെങ്കിൽ ടെക്നോളജി വഴിയാണ് എല്ലാ കാര്യങ്ങളും ഫുൾഫില്ല് ചെയ്യുന്നത്. അതിപ്പോൾ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പിലായാലും ഗവൺമെൻറ് ടു അതർ ഗവൺമെൻറ് റിലേഷൻഷിപ്പിലായാലും ബിസിനസ് കൺസ്യൂമർ റിലേഷൻഷിപ്പിലായാലും ആ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഒരു ഇലക്ട്രോണിക് ബേസ്ഡ് അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് ആക്കി തീർക്കുക. സോ സച്ച് എ മോഡേണൈസ്ഡ് ഓർ കമ്പ്യൂട്ടറൈസ്ഡ് സൊസൈറ്റി ഇസ് നോൺ ആസ് ഇ സൊസൈറ്റി ഓർ ഇലക്ട്രോണിക് സൊസൈറ്റി. സോ ഈ ഒരു കോവിഡ് ടൈമിൽ മിക്ക ട്രഡീഷണൽ സൊസൈറ്റികളും ഇലക്ട്രോണിക് സൊസൈറ്റികളായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിലെ എന്തെങ്കിലും പേർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ, അതായത് എന്തെങ്കിലും ബിൽസൊക്കെ പേ ചെയ്യാനാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ഫെസിലിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്ന സമയത്ത് ആർക്കും പുറത്തു പോകാനായിട്ട് സാധിക്കത്തില്ല. സോ എല്ലാവരും ഈ ഒരു ഓൺലൈൻ ഫെസിലിറ്റിയാണ് മാക്സിമം യൂസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ഇനി വർക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവരും വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ആർക്കും ജോലി സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. എല്ലാവരും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആ സമയം യൂട്ടിലൈസ് ചെയ്ത് വർക്ക് ചെയ്യുകയായിരുന്നു. നെക്സ്റ്റ് ഇനി എഡ്യൂക്കേഷൻ ഫീൽഡ് നോക്കിക്കഴിഞ്ഞാലും എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സസും ഓൺലൈൻ ടീച്ചിങ്ങും ഓൺലൈൻ ലേണിങ്ങും ഒക്കെ ആയിരുന്നു. ഇനി ലാസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ് നോക്കിക്കഴിഞ്ഞാലും ഔട്ട്ഡോർ ഗെയിംസിനൊന്നും ഒരു സാധ്യതയില്ലായിരുന്നൊരു സമയമാണ്. സോ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഓൺലൈൻ ഗെയിംസും ഓൺലൈൻ ആക്ടിവിറ്റീസും ഒക്കെയാണ്. സോ ഒരു കംപ്ലീറ്റ്ലി ഓൺലൈൻ ബേസ്ഡ് അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് സൊസൈറ്റിയാണ് ഇപ്പോഴത്തെ കറണ്ട് സൊസൈറ്റി എന്ന് പറയുന്നത്. So this is all about the basic meaning of e-society. So next we will look into some of the components of e-society. So the term e-society covers a wide range of applications such as e-business, e-learning, e-government, e-democracy and e-health. സോ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് സെഷൻസിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ ഈ ബിസിനസ് ആണെങ്കിലും ഈ ലേണിംഗ് ആണെങ്കിലും ഈ ഗവൺമെൻറ് ആണെങ്കിലും ഈ ഡെമോക്രസി ഈ ഹെൽത്ത്, ഇതെല്ലാം ഈ സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന ഓരോ കമ്പോണൻസ് ആണ്. സോ നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ഈച്ച് ഓഫ് ദീസ് കമ്പോണൻസ് വൺ ബൈ വൺ ഇൻ ഡീറ്റെയിൽ. The first one is e-business. It refers to the use of ICT to facilitate transaction between businesses and consumers or between businesses. Online shop, often called virtual shop, offer customers the possibility to buy products through internet. സോ ഈ ബിസിനസ് എന്താണെന്ന് നമുക്കറിയാം. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടി പല ബിസിനസ് ടു കൺസ്യൂമർ ട്രാൻസാക്ഷനും ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷനും ബിസിനസ് ടു ഗവൺമെൻറ് ട്രാൻസാക്ഷനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ബിസിനസ് എന്ന് പറയുന്നത്. സോ ഓൺലൈനായിട്ട് പ്രൊഡക്റ്റും സർവീസസും ഒക്കെ അവൈൽ ചെയ്യാൻ സാധിക്കുന്ന ഓൺലൈൻ ഷോപ്സ് അല്ലെങ്കിൽ വെർച്വൽ ഷോപ്സ് ആണ് ഈ ബിസിനസ്സിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് e-learning. It encompasses technologies that allow teachers and students to interact either synchronously or asynchronously. സോ e-learning എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ ബേസ്ഡ് ട്രെയിനിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ടെക്നോളജി ബേസ്ഡ് ലേണിംഗ് പ്രോസസ്സും ഉണ്ട്. സ്റ്റുഡൻസിന് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്റ്റഡി മെറ്റീരിയൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ലേണിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് പോലുള്ള വലിയ ഫെസിലിറ്റികളെ പറ്റി നമ്മൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരു ക്യാമ്പസിൽ എത്തിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടി ഒരു നല്ല ടെക്നോളജി ബേസ്ഡ് ക്ലാസ് റൂംസ് ഒക്കെ അവൈലബിൾ ആണ്.
സോ ഈ രണ്ട് ആക്ടിവിറ്റികളും ഇ ലേണിംഗ് എന്ന പ്രോസസ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ് is e-government. It is another application of ICT for the benefit of society, aiming to digitize services offered to the citizens and businesses and improve the exchange of information between governmental bodies. സോ ഇ ഗവേണൻസ് എന്താണ്, അതിൻ്റെ പല ആക്ടിവിറ്റീസ് എന്താണ്, യൂസസ് എന്താണെന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ സിംപ്ലി പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സർവീസസ് എല്ലാം ഡിജിറ്റൈസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഇ ഗവൺമെൻറ് എന്ന് പറയുന്നത്. സോ ഗവൺമെൻറ് ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആക്കുക, സർവീസ് ഫെസിലിറ്റീസ് എല്ലാം ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിനെ പറ്റിയും കേരളത്തിലെ ചെറിയ ചെറിയ ഇനിഷ്യേറ്റീവ്സ് ആയ ഫ്രണ്ട്സ്, അക്ഷയ ഇതുപോലുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. സോ സൊസൈറ്റി അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ഇ ഗവൺമെൻറ് ഈസ് കൺസിഡർഡ് ടു ബി അനദർ മെയിൻ കമ്പോണൻറ്റ് ഓഫ് ഇ സൊസൈറ്റി. Next is e-democracy. It is tightly occupied with e-voting, e-participation and e-inclusion and aims to ameliorate and enhance democratic procedures by providing the means necessary to citizens to participate in decision making and monitor governmental processes. സോ ഡെമോക്രസിയുടെ മീനിങ് എന്ന് പറയുന്നത് ജനാധിപത്യം എന്നാണ്, അല്ലെങ്കിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഭരണം, അതിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. സോ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അവരെ ഭരിക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. സോ മുമ്പ് കാലങ്ങളിൽ ഇതൊരു tedious പ്രോസസ്സ് ആയിരുന്നു. ഇപ്പോഴെന്ന് പറയുന്നത് വോട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇ വോട്ടിംഗ് ആണ്, ഡിജിറ്റൽ വോട്ടിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. ആർക്കാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അവർക്ക് നേരെ ഒരു ബട്ടൺ കാണും. സോ ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വോട്ട് പോവും എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ആർക്കാണ് വോട്ട് പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. എന്നിരുന്നാലും അവർക്ക് വോട്ട് പോയതായിട്ടായിരിക്കും ആ മെഷീനിൽ കാണിക്കുന്നത്. സോ ഈ വോട്ടിംഗ് ആക്ടിവിറ്റി ഇലക്ട്രോണിക് ആക്കിയതുപോലെ ഗവൺമെൻറ്റിൻ്റെ പല ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലുമുള്ള ഈ പാർട്ടിസിപ്പേഷൻ, അതായത് ഇലക്ട്രോണിക് പാർട്ടിസിപ്പേഷൻ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പല ആക്ടിവിറ്റീസിലുള്ള ഇലക്ട്രോണിക് ഇൻക്ലൂഷൻ, ഗവൺമെൻറ്റിൻ്റെ പല ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഇലക്ട്രോണിക്കലി ഇൻവോൾവ് ആവുക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പങ്കുചേരുക. സോ ഇതെല്ലാം ഇലക്ട്രോണിക് ഡെമോക്രസി അല്ലെങ്കിൽ ഈ ഡെമോക്രസിയുടെ അണ്ടറിൽ വരുന്ന പലതരം പ്രോസസ്സാണ്. സോ ഇതെല്ലാം സൊസൈറ്റിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഈ ഡെമോക്രസി ഈ സൊസൈറ്റിയുടെ ഒരു മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇ ഹെൽത്ത്. It describes the use of digital technologies in the healthcare sector. Services provided range from telemedicine and collaborative system for patient diagnosis to online system for medical records. സോ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ കംപ്ലീറ്റ്ലി ടെക്നോളജി ബേസ്ഡ് ആണ്. അവിടെ ഉപയോഗിക്കുന്ന മെഷീൻസ് ആണെങ്കിലും ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്ന എന്തൊരു ആക്ടിവിറ്റീസ് ആണെങ്കിലും മിക്കതും ടെക്നോളജി ബേസ്ഡ് ആണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ ഒരു മെഡിക്കൽ റെക്കോർഡുമായിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ബിക്കോസ് മുമ്പ് നമ്മൾ എന്ത് മരുന്നൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്, ആരെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്തിരുന്നത് എന്നുള്ള എല്ലാ റെക്കോർഡ്സും നമ്മുടെ കയ്യിൽ റിട്ടേൺ പേപ്പറിൽ അവൈലബിൾ ആയിരിക്കും. സോ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം കമ്പ്യൂട്ടറിൽ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റോർഡ് ആണ്. ജസ്റ്റ് ഒരു റെഫറൻസ് നമ്പറോ രജിസ്ട്രേഷൻ നമ്പറോ മാത്രം നമുക്ക് തരും. സോ അത് നമ്മൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ എടുത്തു തരും. സോ ഹോസ്പിറ്റൽസിലെ ഈ ഒരു ചെറിയ ഡേറ്റ സ്റ്റോറിങ് മെത്തേഡ് മുതൽ വലിയ ഓൺലൈൻ സർജറീസ് വരെ നടത്താറുണ്ട്. സോ ഇതിൻ്റെ എല്ലാം യൂസേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാണ്? സൊസൈറ്റിക്കാണ്. സോ സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക് സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു മേജർ കമ്പോണൻ്റ് ആണ് ഈ ഹെൽത്ത് എന്ന് പറയുന്നത്. സോ ദീസ് 5 ആർ കൺസിഡർഡ് ടു ബി ദ 5 മേജർ കമ്പോണൻറ്റ്സ് ഓഫ് ആൻ ഇലക്ട്രോണിക് സൊസൈറ്റി. സോ ഇൻ ദിസ് സെഷൻ വി ഡിസ്കസ്ഡ് ദ മീനിങ്, കൺസെപ്റ്റ് and the different components of e-society. Hope all are clear with the topic. Thank you.